എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാലയണ്ണന് എല്ലാ സ്ഥലത്തു നിന്നും നല്ല മുട്ടം പണി, ഇങ്ങനെ 8ൻ്റെ പണിയല്ല 16ൻ്റെ പണി തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എലിസബത്ത് ശരിക്കും ഇരുന്ന് കുറേ ദിവസമല്ല, കുറേ നാളായി എലിസബത്ത് ഓരോ ദിവസവും വന്നിരുന്നിട്ട് ഈ ബാലയുടെ ചെയ്തികളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. സഹിയായിട്ട് നമ്മുടെ അക്കയും കൂടി ചേർന്നിട്ട് കൊണ്ടുവന്ന ഒരു പരാതിയൊക്കെ അങ്ങോട്ട് കൊടുത്തു. പത്രക്കാരെ മുഴുവനും അങ്ങ് വിളിപ്പിച്ചു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ നടന്നു. ഒടുവിലിതേ ബാലയെ അടപടലം പൂട്ടിയിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ലിജേഷ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ബാലയെക്കുറിച്ചിട്ടുള്ളതും ബാലയുടെ പ്രവൃത്തിയെക്കുറിച്ചിട്ടുള്ളതൊക്കെ ഇന്നലെ 2 വീഡിയോയിലായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് എപ്പിസോഡായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എപ്പിസോഡായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. ഏത് അറ്റം വരെ പോയാലും ഇനി അയാളെ കൊന്നു കളഞ്ഞാൽ അയാൾക്ക് ഒരു പ്രശ്നവും ഇല്ലയെന്ന് അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാലയുടെ കയ്യിൽ 2 തോക്കുണ്ട്, അത് അദ്ദേഹം കണ്ടിട്ടുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള, അതായത് നമ്മൾ കേട്ടാൽ നമ്മൾ ഞെട്ടിത്തരിച്ച് പോകുന്ന രീതിയിലുള്ള കാര്യമാണ് ഇദ്ദേഹം ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസിന് ബാലയ്ക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പം നമുക്ക് അതെന്താണെന്ന് കേട്ടിട്ട് വരാം. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരാളുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല. ഈ പറഞ്ഞ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ 2 വീഡിയോയിൽ ഞാൻ ആരെ പറ്റിയാണോ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ പറ്റിയാണോ മെൻഷൻ ചെയ്തത്, ആ വ്യക്തി എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. ആ സമയം ആ പ്രധാന ആക്ടർ എന്താ പറയാ മദ്യലഹരിയിലായിരുന്നു. ഇദ്ദേഹത്തിനോട് ഞാൻ പിറ്റേ ദിവസം ഇത് ചോദിച്ചപ്പോ, എടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ, തമാശക്ക് കാണിച്ചതാ. പക്ഷെ അദ്ദേഹം ആ സമയത്ത് എന്നോടൊരു ഡയലോഗും കൂടി പറഞ്ഞിരുന്നു, ഈ കാര്യം നീ പുറത്ത് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലിജേഷ് നീ ഗാലി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അന്ന് തുടങ്ങി എന്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഇത് ഏതൊരു കാര്യത്തിനെ പറ്റി സംസാരിച്ചപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്തായാലും പാണ്ടിയാൾ കൊള്ളാം കേട്ടോ. തോക്ക് ചൂണ്ടി ഒരുത്തൻ്റെ നെറുകയിൽ കൊണ്ടുവച്ചിട്ട്, എടാ നീ ഇത് ആരെടുത്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്നെ കാര്യമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്ന പുള്ളിക്കാരൻ. എന്തായാലും പുള്ളിക്കാരൻ ഇപ്പോൾ ഇതെല്ലാം പുറത്ത് വിടുന്നുണ്ടെങ്കിലും അന്ന് ഇത് ആരോടും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പിന്നീട് കെട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചെവുത്തയില്ലാതെ പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് പറഞ്ഞു വെക്കുകയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അത് നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തന്മാർ കിടന്നങ്ങ് മെഴുകും. അതിനുശേഷം അതേക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് പറയും, അയ്യോ ഞാനത് അന്നേരം മദ്യത്തിൻ്റെ ലഹരിയിൽ പറഞ്ഞു പോയതല്ലേ, എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ പറയുമോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അങ്ങനെ ഓർമ്മയില്ലാതെ എന്തും പ്രവർത്തിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ സാധനം മേടിച്ചിട്ട് എങ്ങനെ ഉള്ളിലോട്ട് വിടുന്നത്? ഇങ്ങനെ ഓർമ്മയില്ലാതെ ഓരോരുത്തരെയും കണ്ട് ഓരോന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ പല്ലിൻ്റെ എണ്ണം കുറയും, എല്ലിൻ്റെ എണ്ണവും കുറയും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ ഒരു സാധനം മേടിച്ച് വിഴുങ്ങാതിരിക്കുന്നതല്ലേ. എന്തിനാ വെറുതെ കയ്യിലിരിക്കുന്ന പൈസ കളഞ്ഞ് കടിക്കുന്ന പട്ടിയെ മേടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സഹോദരൻ പറയുന്നത് കേൾക്കാം. സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയില് ഇദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ സുപ്രധാന ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അഭിനയിച്ച ആള് അതിൽ അഭിനയിച്ച പ്രധാന നായകന്റെ ക്യാരവനിൽ കണ്ട ഒരു രഹസ്യം, ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു. ഈ പ്രധാന ആക്ടർ നമ്മൾ ഈ പറയുന്ന അണ്ണാച്ചി, അയാൾ പറയുന്നതില് ഒരിക്കലും എനിക്കത് സത്യം ഉണ്ടെന്ന് ഞാൻ തോന്നിയില്ല. കാരണം ഞാൻ അറിയാവുന്ന ആ സിനിമയിലെ ആ നായകനെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ അല്ല, കാരവനിൽ ഇപ്പൊ കാണുന്ന സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫേമസ് ആണല്ലോ. അതിങ്ങനെ പലരും ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്ന ആ ഒരു സമയത്ത് ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ടൊക്കെ പലരും പല രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരവൻ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സംഭവമായിരിക്കും കണ്ടതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിന് വേറെ സെറ്റിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് വളരെയധികം അഭിപ്രായം, മലയാളീസിന് തന്നെ നല്ലൊരു അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണത്. അധികം സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്ന് എനിക്കറിയാം. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട്, ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ ഉണ്ടല്ലോ അണ്ണനോട് ഞാൻ തർക്കിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്യില്ല. പിന്നെ അദ്ദേഹം റെമ്യൂണറേഷൻ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ ഈ റെമ്യൂണറേഷൻ കിട്ടിയതായിട്ടുള്ള ഒരു പേപ്പറോ സ്റ്റേറ്റ്മെന്റ് ഒന്നും കണ്ടിട്ടില്ല. ആ സമയത്ത്
സമയത്താണ് ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ എന്നെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണ് എനിക്കത്. എന്തുകൊണ്ട് ഞാൻ ഇത്ര നാൾ പറയാതിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് മാറിപ്പോയി 2 കൊല്ലത്തേക്ക് എനിക്ക് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. കാരണം ഞാൻ ഒരു സ്ഥലത്തും വന്നിട്ടുണ്ടായില്ല, ഇദ്ദേഹത്തിന് എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം തന്നെ 2023 ബർത്ത്ഡേക്ക് ഞാൻ അദ്ദേഹത്തിനെ വിഷ് ചെയ്തിരുന്നു. അദ്ദേഹം എനിക്ക് റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നില്ല. അയാൾ സീനായെങ്കിലും എനിക്ക് റിപ്ലൈ തന്നില്ല. ഞാനത് പ്രതീക്ഷിച്ചില്ല. ഞാൻ അറിയാവുന്ന ഒരാളെ, അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്നത് ഞാൻ ചെയ്തതാണ്. പിന്നെ ഈ പറഞ്ഞ ഷഫീഖിന്റെ സന്തോഷത്തിലെ ആ പ്രധാന നടൻ മാത്രമല്ല, മറ്റൊരു സുപ്രധാന നടൻ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ കഥ പറഞ്ഞിട്ട് അദ്ദേഹം എന്റെ കഥയ്ക്ക് ഓക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ പറ്റിയൊരു അലിഗേഷൻ എന്നോട് പറഞ്ഞു. ഒരു വിദേശ വനിതയായിട്ടുണ്ടായിരുന്ന ഒരു, ഇപ്പൊ എല്ലാം എന്താ പറയാ, എല്ലാത്തിനും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റർ ഉണ്ടല്ലോ, സ്ത്രീകളുടെ ഒരു മലയാള സിനിമയിൽ തന്നെ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി ഇഷ്യൂ, അതിലൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. അവിടെ നിന്നാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. കാരണം ഇദ്ദേഹത്തിന് വൈരാഗ്യമുള്ള, ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ പറ്റി ഇയാൾ പല കാര്യങ്ങൾ പറയും. മമ്മൂക്കയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ലാലേനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പണ്ടത്തെ എന്തോ ഇവര് തന്നെ പറഞ്ഞു കേട്ടതോ സെറ്റിൽ നിന്ന് കേട്ട കുറെ കഥകളാ. അതിലൊന്നും എനിക്ക് അത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല. ഇത് അദ്ദേഹം അത്രയധികം വിശ്വാസയോഗ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ഒരുപാട് പറയുകയും ചെയ്തു, ഇല്ല, ഞാൻ അറിയുന്ന അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. ഈ പറഞ്ഞ ഈ പുതുമുഖ ഈ നടന്, നായകന്, ആ ഷഫീഖിന്റെ സന്തോഷ നായകന് എന്നെ കറക്റ്റ് ആയിട്ട് അറിയുമെന്ന് അറിയില്ല. അദ്ദേഹം കണ്ടിട്ടുണ്ടാവായിരിക്കാം, മേ ബി കാണാനുള്ള സാധ്യത. ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ ഈ ലിവർ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ആദ്യം കാണാൻ വന്നത് ആക്ടറാണ്. ഇത്രയധികം വെറുപ്പിച്ചിട്ട് നാണം കെടുത്തിട്ട് അദ്ദേഹമാണ് ആദ്യം കാണാൻ വന്നത്. പിന്നെ ആ ചിത്രത്തിന്റെ ഡയറക്ടറുമാണ് രണ്ടാമത് കാണാൻ വന്നത്. വേറെ ആരും ഞാൻ അവിടെ അധികം കണ്ടിരുന്നില്ല. പിന്നെ അമ്മയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം എനിക്ക് വളരെ, ഇതിനാണ് എനിക്ക് പേടി, എന്റെ ജീവന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുക എന്നുള്ളത്. ഈ സുപ്രധാന നടന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്വാധീനമുണ്ട് എല്ലാ തരത്തിലും. അത് താങ്കൾ പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം താങ്കളോട് ചോദിക്കാനുണ്ട്. ഞാൻ ചോദിക്കുന്നത് താങ്കൾ കേൾക്കണമെന്നില്ല. എന്നാലും ഇത് കേൾക്കുന്നവർക്ക്, ബാക്കിയുള്ള ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർ കേൾക്കട്ടെ. അല്ല, ഇത്രയേറെ കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുന്ന അങ്ങ് ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന നടൻ ചെയ്ത ചെയ്തികളെ പറ്റിയിട്ടെല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോഴും വീഡിയോയിൽ വന്ന് പറയുന്നു. ഇങ്ങനെ പറയാൻ ആർജവം കാണിക്കുന്ന താങ്കൾക്ക് ആ സുപ്രധാന നടൻ എന്ന് പറയാതെ അയാളുടെ പേര് ബാല എന്നാണെന്ന് തുറന്നു പറയുന്നതിന് എന്താണ് തടസ്സം? നിങ്ങൾ പറയുന്നത് അയാളെ പറ്റി തന്നെയാണെന്ന് കേൾക്കുന്ന നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്കറിയാമെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം. പിന്നെ ഈ സുപ്രധാന നടൻ എന്ന് പറയുന്ന നേരത്തിന് ബാല എന്ന് എടുത്ത് പറയാനുള്ള ഒരു ആർജവം കൂടി കാണിക്കണ്ടേ? അതല്ലേ വേണ്ടത്? ഇത്രയേറെ കാര്യങ്ങൾ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുന്നത്. അപ്പോൾ ആളിൻ്റെ പേര് കൂടി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നിയമത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരുപാട് വളരെയധികം സ്വാധീനം. നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല ഈ പ്രധാന ആക്ടർ. ഒരുപാട് സ്വാധീനം, ഒരുപാട് ഗുണ്ട ബന്ധങ്ങള്, അത് കേരളത്തിലും എറണാകുളത്തും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭീഷണിയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇതിന് തുടർന്ന് ഇന്ന് വൈകിട്ട് ഞാനിപ്പോ സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും എന്നെ വിളിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മുമ്പ് ഒരു ലൈവ് വരുന്നതാണ്. ഞാൻ ഇത്തരത്തിൽ സ്റ്റേഷനിലോട്ട് ഈ കാര്യം പറയാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുവരെ എനിക്ക് കോൾസോ വേറെ കാര്യങ്ങളോ ത്രെറ്റനിങ്ങോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ അന്ന് എന്നോട് പറഞ്ഞ ആ കാര്യം മാത്രമാണ് എന്റെ ഉള്ളിൽ ഭീഷണിയായിട്ട് എനിക്ക് കിടക്കുന്നത്. എനിക്ക് പേടി ഇപ്പൊ ഉണ്ട്. എനിക്ക് എന്തുമാത്രം എന്റെ ലൈഫിന്റെ എനിക്ക് വളരെയധികം പേടിയുണ്ട്. എന്ന് വെച്ചാൽ പേടി കാണിച്ചു നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ പറയും, കൂടിപ്പോയെന്താ കൊല്ലും ഞാൻ പറയും. ഇതെനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഇന്ന് തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റേഷനിൽ ഞാൻ പറയും. അത് എവിടേക്കാണോ എന്റെ പ്രധാനപ്പെട്ട മേൽവിഭാഗങ്ങൾ ഏതൊക്കെയാണോ എല്ലാ സ്ഥലത്തേക്കും ഞാൻ ഒരുമിച്ച് മെയിലും ഇതേപോലെ തന്നെ കംപ്ലൈന്റ് ഞാനിന്ന് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഈ സമൂഹം എനിക്ക് എന്തെങ്കിലും സംരക്ഷണം തരുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി അപ്പോൾ എന്തായാലും ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിനെ കൊല്ലുമെന്ന് തന്നെയാണ് ഇദ്ദേഹം തറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരാതിപ്പെടാനുള്ള എല്ലാ ഇടങ്ങളിലും അദ്ദേഹം പരാതിപ്പെടുമെന്നും പറയുന്നുണ്ട്. വളരെ നല്ലത്. പക്ഷേ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ തന്നെ പറയുന്നു താങ്കളെ കൊല്ലും, കൂടിപ്പോയാൽ കൊല്ലട്ടെ, കൊന്നാലും കുഴപ്പമില്ല, താങ്കൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നത്? എന്നിട്ട് താങ്കൾ തന്നെ പറയുന്നു താങ്കൾക്ക് ഭയമുണ്ട് എന്നും പറയുന്നു. നമുക്ക് ഭയക്കുന്നത് മരണഭയമാണല്ലേ? അപ്പോൾ അത് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് പറയുന്ന താങ്കൾ പിന്നെ ഭയം ഉണ്ട് എന്ന് കൂടി പറയേണ്ട കാര്യമില്ല.
രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് എന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിൽ ധൈര്യമായിട്ട് പറയണം. സുപ്രധാന നടൻ എന്ന് പറയാണ്ട് അയാളുടെ പേര് ബാല എന്നാണെന്ന് തുറന്നു പറയണം. അതാണ് വേണ്ടത്. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, പണ്ട് പൾസർ സുനി, ദിലീപ് എല്ലാവരും കൂടി ചേർന്നിട്ട്, അപ്പോഴെനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നടിയെ ആക്രമിച്ച കേസ് ഉണ്ടല്ലോ, പൾസർ സുനി, ദിലീപ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു കേസ് നടക്കുന്ന സമയത്ത് ഇതിനെ എല്ലാത്തിനും വളരെ ശക്തമായ തെളിവ് മുന്നിൽ നിന്ന് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ. ആ ആളിന്ന് ജീവിച്ചിരിപ്പില്ല. ഈ ഒരു കേസിന് അയാളെ കൊണ്ട് പരമാവധി പറ്റുന്ന അത്രയും തെളിവുകൾ അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പലരെയും വിളിച്ച് ചാനൽ ചർച്ചകളിലും എല്ലാത്തിലുമൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും ധൈര്യത്തോടു കൂടി വളരെ സ്ട്രോങ് ആയിട്ട് നിന്നൊരാളാണ് ബാലചന്ദ്രൻ. പിന്നീട് പൊടുന്നിനെ വളരെ പെട്ടെന്ന് തന്നെ അയാൾക്ക് കിഡ്നി രോഗം ബാധിച്ചു, ഒക്കെ ആയി. പിന്നീട് കോടതിയിൽ ലാസ്റ്റ് തെളിവ് കൊടുക്കാനായിട്ട് കോടതിയിൽ ചെല്ലുന്ന സമയത്ത് തന്നെ, കോടതിയിൽ സാക്ഷി പറയാൻ സാക്ഷിയല്ല, ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് അങ്ങേര് ചെല്ലുന്ന സമയത്ത് അങ്ങേർക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയിലാണ് അങ്ങേര് ചെന്നിരുന്നത്. കിഡ്നിയൊക്കെ ഫെയിലായി. പിന്നെ അതിൻ്റെ ആ ഒരു ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡയാലിസിസ് ഒക്കെ ചെയ്തിട്ടാണ് അയാൾ കോടതിയിലൊക്കെ ചെന്നുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോൾ പോലും ഡയാലിസിസ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് രാവിലെ ഡയാലിസിസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലുന്ന സമയം വരെ അങ്ങേര് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്, വൈകുന്നേരം വരെ അങ്ങേരോട് മനുഷ്യത്വമില്ലാതെ അയാളെ അവിടെ ഈ ഒരേ ഇരിപ്പ് നിർത്തിച്ചിരുന്നു എന്നും ഇരുത്തിച്ചിരുന്നു എന്നും ഒക്കെ അയാൾ പറഞ്ഞതാണ്. പിന്നീട് എന്താണ്, ഹോസ്പിറ്റലിൽ ഡയാലിസിസും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ വളരെ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ശരിക്കും ഈ ഒരു കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ പിന്നിൽ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കാർക്കും അറിയില്ല. അറിയാത്ത കാര്യത്തിനെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ താങ്കൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുമ്പോൾ ചിലതൊക്കെ ഓർത്തിരുന്നാൽ വളരെ നല്ലത്. അപ്പോൾ ഇതാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ നേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ നമ്മുടെ ജീവന് തന്നെ ആപത്താവുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മുന്നും പിന്നും ഒന്നും നോക്കരുത്. നമ്മൾ നേരെ നിയമത്തിൻ്റെ പിന്നാലെ പോവുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെ വീഡിയോ ഒക്കെ എപ്പിസോഡായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാനൊക്കെ ആളുകളുണ്ടാവും, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അവിടെ ലാഭം എന്ന് പറയുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പറയും നമ്മളെല്ലാം നിങ്ങൾക്ക് ഒപ്പമുണ്ട് എന്ന് പറയും. ഞാൻ പോലും പറഞ്ഞു എന്നിരിക്കും. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും, അതും എന്നെക്കൊണ്ട് പറ്റില്ല. എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടൊക്കെ പറ്റുന്ന ചാനൽസിനൊക്കെ ആണെങ്കിൽ താങ്കളുടെ ഫാമിലിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും സാമ്പത്തികമായിട്ട്. അതല്ലാത്ത പക്ഷം ഒന്നും ആരെക്കൊണ്ടും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പരാതി പറയുക. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് കണക്ക് തന്നെ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു പെൻഡ്രൈവിലാക്കിയിട്ട് അതിൻ്റെ ഒരു 2-3 കോപ്പിയൊക്കെ എടുത്ത് സൂക്ഷിക്കുക. എന്നിട്ട് പരാതിപ്പെടുക. ഇത് വല്ലതുമൊക്കെ താങ്കൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിങ്ങനെ ചാനലിൽ വന്നിരുന്നിട്ട് എപ്പിസോഡായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ താങ്കൾ ഇതുപോലെ പിന്നെ വഴിയെ പോരുന്ന വയ്യാവേലി എടുത്ത് തലയ്ക്ക് വെക്കുന്നത് പോലെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ. തീർച്ചയായും കമൻറ്റ് ചെയ്യണം. പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടിയൊക്കെ ഒന്ന് ഓണാക്കി വെക്കണം. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്തേ.